ഞാൻ ശ്രീ രവീന്ദ്രനാണ്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഞാൻ പി സംഘാടകരോടും എന്റെ പ്രിയ സുഹൃത്തിനോടും നന്ദി പ്രകടിപ്പിക്കുന്നു. സർവശക്തനായ ഏക ദൈവത്തെക്കുറിച്ചുള്ള എന്റെ ലേഖനത്തിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു കഴിഞ്ഞു. ഒരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അതായത്, ഇസ്ലാമിലെ അത്ഭുതം എന്താണെന്നാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഉത്തമഗീതം 5:16 പോലെയുള്ള എന്ത് അത്ഭുതമാണ് ഇസ്ലാമിലുള്ളത്? പല മതങ്ങളും അത്ഭുതങ്ങളെപ്പറ്റി പറയാറുണ്ട്. അതുപോലെ ഇസ്ലാമിൽ അത്ഭുതമായിട്ട് എന്താണുള്ളതെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇസ്ലാമിന്റെ അത്ഭുതം എന്താണ് എന്ന് സഹോദരൻ ചോദിച്ചു. എന്നിട്ട് നിങ്ങൾ ഉത്തമഗീതം 5:16 ഉദ്ധരിച്ചു, ശരിയല്ലേ? അതെ. ഉത്തമഗീതം ബൈബിളിന്റെ ഒരു ഭാഗമാണ്. അതെ. ബൈബിൾ പഴയ നിയമത്തിന്റെ ഭാഗമാണ് ഉത്തമഗീതം. ഹിബ്രു ഭാഷയിലെ ആ ഉദ്ധരണി ഇങ്ങനെയാണ്: ഹിക്കോ മമിദകിം വികുല്ലി മുഹമ്മദിം സെയ്ദൂദി സെയ്റായി ബൈന ജെറുസലേം. ഇതൊരു ഹീബ്രു ഉദ്ധരണിയാണ്. ഞാൻ ആ വചനം അങ്ങനെ തന്നെ ഉദ്ധരിക്കാൻ കാരണം അതിന്റെ പരിഭാഷയിൽ മാറ്റമുണ്ട്. ഹിക്കു മമിദകിം വികുല്ലി മുഹമ്മദിം സെയ്ദൂദി സെയ്റായി ബൈന ജെറുസലേം. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അവന്റെ മൊഴികൾ അതിമധുരമാണ്, എല്ലാം കൊണ്ടും അഭികാമ്യനാണവൻ. ജെറുസലേം പുത്രിമാരെ, ഇതാണ് എന്റെ പ്രിയൻ, ഇതാണ് എന്റെ തോട്. മൂലഗ്രന്ഥത്തിലെ വചനങ്ങൾ ഞാൻ ഉദ്ധരിക്കാൻ കാരണം അവയിൽ മുഹമ്മദീം എന്ന പദമുണ്ട്. ഹീബ്രു ഭാഷയിൽ ഈം എന്ന പദം ആദരവിനെ സൂചിപ്പിക്കുന്ന ബഹുവചന പദമാണ്. മുഹമ്മദ് എന്ന പദത്തിൽ ഈം ചേർത്തപ്പോൾ മുഹമ്മദീം എന്നായി മാറുന്നു. ദൈവം എന്നതിനെ സൂചിപ്പിക്കുന്ന എലോഹ് എന്ന പദത്തിൽ ഈം ചേർക്കുമ്പോൾ എലാഹിം ആയി മാറുന്നു. എലോഹിം എന്ന് വെച്ചാൽ ദൈവത്തിന് ആദരവ് നൽകുന്നു. പക്ഷേ ബൈബിളിന്റെ പരിഭാഷയിൽ മുഹമ്മദ എന്ന പദത്തിന് നൽകിയിട്ടുള്ള പരിഭാഷ എല്ലാം കൊണ്ട് അഭികാമ്യൻ എന്നാണ്. പക്ഷേ ഉത്തമഗീതം 5:16 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് പരാമർശിക്കുകയും അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന പേരും പരാമർശിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇസ്ലാമിലെ അത്ഭുതം എന്താണ്? ഇസ്ലാമിൽ നിരവധി അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. ആധികാരിക ഹദീസുകൾ വായിച്ചാൽ 300 അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതായി കാണാം. പക്ഷെ ഞങ്ങൾ പൊങ്ങച്ചം പറയുന്നത് അത്ഭുതം ഈ പരിശുദ്ധ ഖുർആനാണ് എന്നതാണ്. ഇതാണ് ഇസ്ലാമിലെ അത്ഭുതം. ബാക്കി അത്ഭുതങ്ങളെല്ലാം തന്നെ, ഉദാഹരണത്തിന് മോശ സമുദ്രത്തെ ഭാഗിക്കുകയുണ്ടായി, യേശു മരണപ്പെട്ടവർക്ക് ജീവൻ നൽകുകയുണ്ടായി. പക്ഷെ ഇന്ന് അവ വിലയിരുത്തുന്നതിനായി കാലത്തിന്റെ പിറകിലേക്ക് പോയി നിങ്ങൾക്ക് അവ വിലയിരുത്താൻ സാധിക്കുമോ? അക്കാലത്തുണ്ടായിരുന്നവർ തൃപ്തരായിരുന്നു. നിങ്ങളും ഞാനും തൃപ്തരാകുമോ? വേദവചനങ്ങളിൽ വിശ്വാസമില്ലാത്ത വ്യക്തിക്ക് കാലത്തിന്റെ പിറകിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ സാധിക്കില്ല. മരണപ്പെട്ടവർക്ക് യേശു ജീവൻ നൽകിയോ ഇല്ലേ എന്ന് നോക്കാൻ സാധിക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ പിളർത്തി. പക്ഷെ നിങ്ങൾക്ക് കാലത്തിന്റെ പിറകിലേക്ക് പോകാൻ സാധിക്കില്ല. ഇന്നലെയും ഇന്നും ഇനി നാളെ എന്നേക്കുമായി അത്ഭുതമായി നിലനിൽക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ്, അതായത് ജനുവരി 12 ഖുർആനും ആധുനിക ശാസ്ത്രവും പൊരുത്തമുള്ളതോ ഇല്ലാത്തതോ എന്ന വിഷയത്തിൽ ഞാനൊരു പ്രഭാഷണം നടത്തിയിരുന്നു. ആ പ്രഭാഷണത്തിൽ ഞാൻ ഖുർആൻ അത്ഭുതങ്ങളിൽ അത്ഭുതം എന്നത് തെളിയിച്ചിരുന്നു. അതൊരു അത്ഭുതം മാത്രമല്ല, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്, എക്കാലത്തെയും അത്ഭുതമാണ്. മുൻപ് അത്ഭുതങ്ങളുടെ കാലമായിരുന്നു, അത് സ്വയം അക്കാര്യം തെളിയിച്ചു. പിന്നീട് കവിതയുടെയും സാഹിത്യത്തിന്റെയും കാലം വന്നു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ അറബി പണ്ഡിതന്മാർ ഭൂമിയിൽ നിലനിൽക്കുന്ന ഏറ്റവും നല്ല അറബി സാഹിത്യം പരിശുദ്ധ ഖുർആനാണെന്ന് പറയുന്നു. ഇന്ന് ഒരു മതഗ്രന്ഥം കവിതയുടെ രൂപത്തിൽ ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഇല്ല എന്നാണ് ഉത്തരം. ഇന്ന് കവിതയുടെയും സാഹിത്യത്തിന്റെയും കാലമല്ല, മറിച്ച് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കാലമാണ്. 8 ദിവസങ്ങൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പറഞ്ഞത് 20, 50, 100, 200 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ശാസ്ത്രം തെളിയിച്ചത്. ആരായിരിക്കും ഇത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടാവുക? മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം സൃഷ്ടാവായ സർവശക്തനായ ദൈവം. അതുകൊണ്ട് ഏറ്റവും നല്ല അത്ഭുതവും പരമമായ അത്ഭുതവും അത്ഭുതങ്ങളിൽ അത്ഭുതവും പരിശുദ്ധ ഖുർആനാണ്.